ഹലോ ഡിയേഴ്സ്, ഓണം വെക്കേഷൻ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ ഞാനിന്ന് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരം ചായക്കൊപ്പം കൊടുക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ 2 ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ തന്നെ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിയുമായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരിയ ചൂടുള്ള വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കാം. ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് ഈ മാവ് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കട്ടിയിലായിരിക്കണം കലക്കിയെടുക്കേണ്ടത്. ദോശമാവിലും കുറച്ചുകൂടി കട്ടിയിലായിരിക്കണം. നമ്മളിത് ഒഴിച്ചാൽ ഒഴുകാത്ത പാകത്തിലായിരിക്കണം. ഇതുപോലെ വിട്ട് വീഴുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗീ ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കുക. മീഡിയം ഹീറ്റിലാണ് നമ്മൾ ഈ സമയത്ത് കുക്ക് ചെയ്യുന്നത്. തേങ്ങ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായി ചോപ്പ് ചെയ്ത കശുവണ്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തേങ്ങയുമായി മിക്സ് ചെയ്തൊന്ന് ചൂടാക്കുക. അതിനുശേഷം ഒരു 5-6 ചെറി ഫ്രൂട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. കുറച്ച് റേസിൻസും പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. റേസിൻസിനും ചെറിപ്പഴത്തിനും നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിലേക്ക് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കുക. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2-3 ഏലക്കായുടെ അരി മാത്രം എടുത്തിട്ട് പൊടിച്ചതിലേക്ക് ചേർക്കാം. ഇതിൽ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ ഒരു ഏത്തപ്പഴമാണ്. ഇത് തൊലി പൊട്ടി വരുന്ന പാകം വരെ വേവിച്ചെടുത്തതാണ്. കൂടുതൽ വെന്ത് ഉടഞ്ഞു പോകരുത്. തൊലി ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റീമറിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കുക. സ്റ്റീം ചെയ്താണ് എടുക്കേണ്ടത് കേട്ടോ. വെള്ളത്തിൽ മുക്കിയിട്ട് വേവിക്കരുത്. ഇനി നമ്മൾ ആ പൊട്ടിയ ഭാഗത്തു കൂടി ഒരു കത്തി കൊണ്ട് നല്ല ഡീപ്പായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. താഴത്തെ ഭാഗം കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വിടർത്തിയെടുക്കാം. തൊലി കളയാതെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് വേഗത്തിൽ ചെയ്തെടുക്കാം. തൊലി കളഞ്ഞിട്ടും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴേക്കും അത് ഉടഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തൊലിയോടുകൂടി കട്ട് ചെയ്യണത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് വെക്കാനുള്ള സ്പേസ് കിട്ടും. തൊലിയോടുകൂടി ആണെങ്കിൽ മാത്രമാണ് നമുക്കിതുപോലെ നമുക്ക് സൗകര്യത്തിന് വിടർത്തി എടുക്കാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ വിടർത്തി എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അറ്റത്തോട്ട് കുറച്ചുകൂടി നമുക്ക് വേണേൽ കട്ട് ചെയ്തെടുക്കാം. പഴത്തിൻ്റെ അറ്റം രണ്ടും വിട്ടു പോകാതെ നോക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെക്കാൻ പാകത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഫില്ലിങ് ഇതിലേക്ക് വെച്ച് സ്റ്റഫ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കാം. 2 അറ്റത്തേക്കും നമുക്ക് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് ചേർത്ത് വയ്ക്കാം. ഇതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കണം. കൂടുതൽ വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പകുതി മാത്രം വരത്തക്ക വിധം ഫില്ലിങ് വെച്ച്
സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് രണ്ട് ഭാഗവും കൂട്ടിയെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒന്ന് ചേർത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യാനുള്ളതാണ്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഒട്ടിച്ച് വെക്കാൻ നോക്കണ്ട. ഇത് കൂട്ടി വയ്ക്കുമ്പോഴേക്കും പുറത്തേക്ക് വരുന്നതൊക്കെ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് കട്ടിയിൽ നമുക്കിത് കട്ട് ചെയ്യാം. കുറച്ച് കട്ടിയിൽ വേണം ഇത് മുറിച്ചെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഈ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു പഴം 4 കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അറ്റം ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തൊലി കളയാൻ വളരെ എളുപ്പമാണ്. കണ്ടോ, ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞതിന് ശേഷം നമ്മളിത് സ്റ്റഫ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് കൈകൊണ്ട് പ്രസ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അടുത്തത് വിടർന്നിരിക്കുകയാണെങ്കിൽ നമുക്കിത് തൊലി കളഞ്ഞതിന് ശേഷം യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, തൊലി കളഞ്ഞ് ഇനി നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗം പ്രസ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കട്ട് ചെയ്ത മറ്റേ ഭാഗം നമുക്ക് യോജിപ്പിക്കണമെന്നില്ല. നമ്മൾ ബാറ്ററിൽ മുക്കുമ്പോൾ അത് കവർ ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാം തൊലി കളഞ്ഞ് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. 4 കഷ്ണം സ്റ്റഫ് ചെയ്ത പഴത്തിൻ്റെ കഷ്ണങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാറ്റർ റെഡിയായോ എന്ന് നോക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ബാറ്റർ നമ്മൾ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ബാറ്ററി ഇപ്പോൾ ഒരുവിധം പൊങ്ങിയിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ ആകുകയാണെങ്കിൽ ഇത് പാത്രം നിറഞ്ഞ് പൊങ്ങി വരും. നമുക്ക് അത്രയും പൊങ്ങേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഈ ഓരോ കഷ്ണം പഴവും ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാൻ. ഇവിടെ പഴം മുങ്ങിക്കിടക്കാത്ത രീതിയിലാണ് ഞാൻ എണ്ണ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗം പെട്ടെന്ന് കുക്കാകുകയും ചെയ്യും. മറിച്ചിടുമ്പോൾ ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല. ഒരു സൈഡ് മറിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം താഴെ ഭാഗവും നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മൾ പഴം സ്റ്റഫ് ചെയ്ത് ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം സ്റ്റഫ് ചെയ്ത് ഫ്രൈ ചെയ്തതാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണ്. വെറുതെ പഴംപൊരി ഉണ്ടാക്കുന്നതിലും വളരെ ടേസ്റ്റാണിത്. വളരെ നല്ല സോഫ്റ്റുമാണ്. കുട്ടികൾ ഇത് കഴിക്കാതെ ഇരിക്കില്ല. അപ്പോൾ ഇനി നമ്മളുടെ ബാക്കി വന്ന ബാറ്ററും ബാക്കി വന്ന ഫില്ലിങ്ങും കൊണ്ട് നമുക്ക് വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. ബാറ്റർ കുക്കായി പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫില്ലിങ്ങിൽ ബാക്കി വന്നത് കുറച്ച് വെച്ച് കൊടുക്കാം. ഒരു അരികിൽ മാത്രമായിട്ട് വെക്കുക. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് ഇത് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ലോക്കായിക്കൊള്ളും. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് എണ്ണയോ ഗീയോ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നമുക്കിത് മറിച്ചിടാം. നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം വെച്ചാൽ മതിയാകും. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും എണ്ണയോ ഗീയോ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് 2 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ രണ്ടാമത്തെ സ്നാക്കും റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റുള്ള സ്നാക്കാണിത്. കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. വൈകുന്നേരം വരുമ്പോൾ ഒരേ ബാറ്ററിലും ഒരേ
ഫില്ലിങ്ങും കൊണ്ട് 2 തരത്തിലുള്ള സ്നാക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ചായക്കൊപ്പം കഴിക്കാൻ 2 തരത്തിലുള്ള പലഹാരം റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഹെൽത്തി ആയിട്ടിരിക്കാൻ വളരെ നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈവനിങ് സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.